ഹലോ ഓൾ, എല്ലാവർക്കും ഐപ്പോസ്ബിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിത് ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്കിത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടി വേണ്ട, അതിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബ്രെഡ് മുട്ട ഉണ്ടെങ്കിൽ മാത്രം മതിയാവും, അത്രേ വേണ്ടുള്ളൂ ഇതിനായിട്ട് മെയിനായിട്ട്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് മിക്സിയുടെ ഏറ്റവും ചെറിയ ഉള്ളൊരു ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കണം. 3 പുഴുങ്ങിയ മുട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നല്ല ഹാർഡ് ബോയിൽഡ് ആയിട്ടുള്ള മുട്ടയാണ് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുള്ള മുട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിത് ഓൾറെഡി വേവിക്കുന്ന സമയത്ത് തന്നെ മുട്ടയിൽ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണം ഞാൻ ഈ ഒരു ടൈമിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം, ചെറിയ ജീരകമില്ലേ, ആ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 3 തണ്ട് കറിവേപ്പില ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിത് എല്ലാതുകൂടി ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട കാര്യമില്ല, വെറുതെ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാവും. ഇതേപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ ഓയിൽ ഒഴിക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതിലേക്കുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതേപ്പോൾ നന്നായിട്ട് അരച്ചപ്പോൾ നല്ലൊരു പേസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത്രേ വേണ്ടൂ, നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നമുക്ക് നോർമലായിട്ടുള്ള ബ്രെഡാണ് വേണ്ടത്. ഇതിലാണ് നമ്മൾ നമ്മുടെ ഒരു മുട്ടയുടെ ഒരു പേസ്റ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതെടുത്ത് വെച്ച് കൊടുക്കാം. ഏകദേശം 1 സ്പൂൺ അളവിൽ നമ്മുടെ ഒരു മുട്ടയുടെ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് വേണമെങ്കിൽ നല്ലൊരു തിക്കായിട്ടുള്ള ലെയറായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണ്ടേ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന ചട്ടിയാണ്. ഇതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് നമ്മുടെ ബട്ടറൊക്കെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബ്രെഡ് ഈ ബട്ടറിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, കാരണം ബ്രെഡല്ലേ. ഇതിപ്പോൾ കുറച്ച് സമയമായി, ചിലപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാം. ഇതിപ്പോൾ അത് മറിച്ചിട്ടപ്പോൾ നന്നായിട്ട് ഒരു സൈഡ് ക്രിസ്പി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതായിട്ട് 2 സൈഡും അങ്ങനെ മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പി ആക്കിയിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്കിത് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും നന്നായിട്ട് മുട്ടയുടെ ഒരു പേസ്റ്റൊക്കെ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടോടെയൊക്കെയാണ് നമ്മളിത് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീർന്നു പോവും. നമ്മൾ 3 മുട്ടയല്ലേ എടുത്തത്, ആ ഒരളവ് വെച്ച് നോക്കുമ്പോൾ ഒരു 10-12 ബ്രെഡോളം നമുക്കിത് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. പിന്നെന്താ, സാധാരണ എല്ലാ വീഡിയോസിലും പറയുന്നത് മാതിരി തന്നെ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.